നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ജിമെയിൽ ഐഡിയുടെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ പുതിയ ഒരു പാസ്വേഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജിമെയിലിൻ്റെ പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടെങ്കിലോ, ഇനി അതല്ല നിങ്ങൾക്ക് ജിമെയിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിലോ, നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ജിമെയിൽ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിലവിൽ നമ്മൾ ലോഗിൻ ആയിട്ടുള്ള ജിമെയിൽ ഐ ഡി ഏതാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ അതാണ് ഇവിടെ ഓപ്പൺ ആയി വരുന്നത്. നേരെ മുകളിൽ കാണുന്ന ഈ ഒരു ഫോട്ടോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എത്ര ഇമെയിൽ ഐ ഡി നിങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഇപ്പം ഏറ്റവും മുകളിലുള്ളത് സൂരജ് ചോലക്കൽ എന്ന് പറയുന്ന ഒരു ഐ ഡിയാണ്. അതിലാണ് ഇപ്പം ലോഗിൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നേരെ താഴെ ഡാഡൂസ് ചോലക്കൽ എന്ന് പറഞ്ഞ് അടുത്ത ഒരു ഇമെയിൽ ഐ ഡി ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലോഗിൻ ചെയ്യാം. അതിന് താഴെ കൃഷിഭൂമി എന്ന് പറഞ്ഞ് മറ്റൊരു ലോഗിൻ ഐ ഡിയും കാണാൻ സാധിക്കുന്നതാണ്. ഏറ്റവും താഴെ രണ്ട് ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ടാവും. ഏഡ് അനദർ അക്കൗണ്ട്, മാനേജ് അക്കൗണ്ട്സ് ഓൺ ദിസ് ഡിവൈസ് എന്ന് പറഞ്ഞ് രണ്ട് മെനുകൾ കാണിക്കുന്നുണ്ടാകും. അതിൽ ആദ്യം കാണുന്ന ഏഡ് അനദർ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇമെയിൽ സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുകൾ വന്നിട്ടുണ്ടാവും. അതിൽ ഗൂഗിൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യേണ്ട, അതായത് മറന്നുപോയ ഇമെയിൽ ഐ ഡി ഇവിടെ അടിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറോ അടിച്ചു കൊടുത്താൽ മതിയാകും. ഇനി നിങ്ങൾക്ക് ഇമെയിൽ തന്നെ അറിയില്ല എന്ന് വെച്ചാൽ ഫോർഗറ്റ് ഇമെയിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിക്കും. നിങ്ങളുടെ മറന്നുപോയ ഇമെയിൽ ഐ ഡിയിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിമും സർനെയിമും ചോദിക്കും. അതായത് നിങ്ങൾ ആ മറന്നുപോയ ഇമെയിൽ ഐ ഡിയിൽ എന്തായിരുന്നു പേര് കൊടുത്തത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് ഇവിടെ അടിച്ചു കൊടുത്ത് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ തെളിഞ്ഞു വരുന്നതാണ്. നമ്മളിപ്പോൾ നമ്മുടെ പാസ്വേഡ് മറന്നുപോയതാണ്. അപ്പോൾ നമുക്ക് പാസ്വേഡ് എങ്ങനെയാണ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അതിനുവേണ്ടി ഇമെയിൽ ഐ ഡി നമ്മളിവിടെ അടിച്ചു കൊടുക്കണം. ഞാനിവിടെ പാസ്വേഡ് മറന്നുപോയ എൻ്റെ ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുകയാണ്. ആ ഇമെയിൽ ഐ ഡി അടിച്ചു കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മോട് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. പാസ്വേഡ് നമുക്കറിയില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്ഷൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ നേരെ താഴെ കാണിക്കുന്ന ഫോർഗറ്റ് പാസ്വേഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. ഇതിൽ പറയുന്നത് നിങ്ങളുടെ മറന്നുപോയ ഇമെയിൽ ഐ ഡിയിൽ ഒരു വെരിഫിക്കേഷൻ ഇമെയിൽ ഐ ഡി നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്, അതാണ് നിങ്ങളുടെ മൊബൈലിൽ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കോഡിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് നടത്താൻ സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഓപ്പൺ ആയി കിടക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ എടുക്കാൻ സാധിക്കുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ട്രൈ അനദർ വേ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പാസ്വേഡ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും, നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്ഡേറ്റ് പാസ്വേഡ് എന്ന് പറയുന്ന താഴെ കാണുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്രിയേറ്റ് പാസ്വേഡ്, കൺഫേം പാസ്വേഡ് എന്ന് പറയുന്ന രണ്ട് കോളങ്ങൾ വന്നിട്ടുണ്ടാവും. അവിടെ ആദ്യം തന്നെ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട പാസ്വേഡ് ഏതാണ് എന്നുള്ളത്, അതായത് മറന്നുപോയത് നമുക്ക് കിട്ടില്ലല്ലോ, അപ്പോൾ പുതിയൊരു പാസ്വേഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ക്രിയേറ്റ് പാസ്വേഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ നല്ലൊരു പാസ്വേഡ് പുതുതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. @p ക്യാപിറ്റൽ പാസ്വേഡ് 789 എന്ന് കൊടുത്തു. അതേപോലെ തന്നെ നിങ്ങൾ കൺഫേം എന്നുള്ളിടത്തിലും നമ്മൾ മുകളിലടിച്ച അതേ പാസ്വേഡ് തന്നെ അടിച്ചു കൊടുക്കുക. അറ്റ്ലീസ്റ്റ് 8 ക്യാരക്ടേഴ്സ് വേണം എന്നാണ് പറയുന്നത്. മുകളിൽ അടിച്ചത് 8 ക്യാരക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് അത് തന്നെ നമ്മൾ നേരെ താഴെയും അടിച്ചു കൊടുക്കുന്നു.
ഇപ്പം നമ്മൾ കൺഫേം പാസ്വേഡും അടിച്ചു കഴിഞ്ഞതിന് ശേഷം നേരെ താഴെ കാണുന്ന ആ ഒരു കോളം ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പാസ്വേഡ് അടിച്ചത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഏറ്റവും താഴെ കാണിക്കുന്ന സേവ് പാസ്വേഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൂഗിളിൻ്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാകും. അത് ഐ എഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ അക്കൗണ്ട് നമ്മൾ റിക്കവറി ചെയ്ത് എടുത്തിട്ടുണ്ട്, അതായത് പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഏറ്റവും മുകളിലുള്ള ആ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും താഴെ രാജ് ചോലക്കൽ 888@gmail.com എന്ന് പറയുന്ന ഇവിടെ ലോഗിനായി കിടക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നേരെ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം തന്നെ നമുക്ക് മറന്നുപോയ ഒരു ജിമെയിൽ ഐഡിയുടെ പാസ്വേഡ് റിക്കവറി ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ല ഒരു അറിവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.